നന്ദീശ, അളിയന്റെ ഫ്രണ്ട്സിനെല്ലാം നിനക്ക് അറിയാലോ. ആരാ ഈ ബദ്രി പ്രസാദ്? ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. ഈ ബദ്രി പ്രസാദ് എന്ന് പറഞ്ഞൊരു സ്നേഹിതൻ ആ പേരിൽ ആരും ഇല്ലായിരുന്നു. ഇല്ല, ഉണ്ട്. അങ്കിളാ പറഞ്ഞത്. നിങ്ങൾ വേണേ മറ്റാരോടെങ്കിലും അന്വേഷിച്ചു നോക്ക്. അതെയോ? നീ പറഞ്ഞത് സത്യമാണോ? ആ പേര് തന്നെയാണോ? ഉറപ്പല്ലേ നിനക്ക്? അതെ സ്വാമിജി, അത് തന്നെയാ. സ്വാമിജി, അങ്ങ് വന്നത് മുതലാളിയെ അന്വേഷിക്കാനാണെന്നൊക്കെ ചേട്ടൻ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങ്... നീ പറയുന്നത് ശരി, ഇവൻ പറയുന്നതും ശരി, ഇവള് പറയുന്നതും ശരി. എന്നാൽ ഞാൻ പറയുന്നതും ശരി. ഞാൻ ദിഗ്വിജയനെ അന്വേഷിച്ച ഇവിടേക്ക് വന്നത്. എന്നാൽ അവൻ ഇവിടെ ഇല്ല. അവൻ വന്നാൽ എന്നെ അറിയിക്കുക. ഞാൻ പോകുന്നു. ജയ് ജ്വാലമാലിനി. നിന്നെ തന്നെയാണ് നീ തേടുന്നത്. നിന്റെ ഉള്ളിലുള്ള നിന്നെ തന്നെയാണ് നീ തേടുന്നത്. നിന്റെ സംശയങ്ങൾ വഴിയൊരുക്കുകയാണ് മോനെ. സ്വാമിജി, ഞാൻ അങ്ങേ അന്വേഷിച്ചു വന്നതാ. സ്വാമിജി, എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംശയമുണ്ട്. അതിനുള്ള പരിഹാരം അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. നമ്മുടെ മരണത്തിന് പോലും നമ്മളെ കൊല്ലാനുള്ള ശക്തിയില്ല മോനെ. പരിഹരിക്കാനുള്ള ശക്തി ആ സർവേശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ നമുക്ക്. സ്വാമിജി, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്. അവരെ എന്തോ ഞാൻ മനുഷ്യരൂപത്തിലാണ് കാണുന്നതെങ്കിൽ പോലും അതൊരു മനുഷ്യനല്ല എന്ന് എനിക്ക് സംശയം തോന്നിക്കൊണ്ടിരിക്കുക. അവർ യഥാർത്ഥത്തിൽ മനുഷ്യനാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പറയൂ സ്വാമിജി. ദേഹത്തിനും ആത്മാവിനും ഇടയിൽ ശക്തിയില്ലാത്തൊരു ഭിത്തിയുണ്ട്. നമ്മളെ നമ്മൾ ആരാണെന്ന് അറിയുന്നതിന്. ആ ഭിത്തി തകർത്ത് പുറത്തു പോകുമ്പോഴേക്കും മരണത്തിന്റെ അടുത്തെത്തിയിരിക്കും. എന്നാൽ നിനക്ക് അവര് മനുഷ്യരാണോ അല്ലയോ എന്നൊരു സംശയം. പരീക്ഷണങ്ങൾ ജീവിതകാലം മുഴുവനും ഉണ്ടാവും. പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ പരിഹരിക്കണമെന്ന് വഴി കാട്ടിത്തരും. അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായെന്ന് വരില്ല. പരിഹാരം എന്തെന്ന് മനസ്സിലാകാത്ത പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഒരുപാടുണ്ടായെന്ന് വരാം. നിന്റെ മനസ്സ് വളരെ നല്ലതാ. ചീത്ത കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന കാരണത്താൽ നിന്നെ സഹായിക്കണമെന്ന് എനിക്കൊരു തോന്നൽ. എല്ലാം ഒരു പഴഞ്ചൊല്ലാണ്. അത് മനസ്സിലാക്കണം, അത്ര തന്നെ. ഇതെന്താണ് സ്വാമിജി? ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? സൂര്യോദയ സമയത്ത് ചിത്രകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്ന സമയത്ത് നീ ഇത് പരീക്ഷിച്ചു നോക്കേണ്ടതാണ്. ആരുടെ മേലാണോ നിനക്ക് സംശയമുള്ളത് അവരുടെ മേലാണിത് പരീക്ഷിക്കേണ്ടത്. ഇത് വീടിനകത്ത് പരീക്ഷിക്കാൻ പാടില്ല, വീടിന് പുറത്തേ പരീക്ഷിക്കാൻ പാടുള്ളൂ. എന്നുവെച്ചാ സൂര്യപ്രകാശം നേരിട്ട് വീഴുന്ന സ്ഥലത്ത് വെച്ച് ചെയ്യാൻ പാടില്ല. സ്വാമിജി, ഇത് അവരുടെ ദേഹത്തിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നീ തേടിക്കൊണ്ടിരിക്കുന്ന അതേ വഴി തന്നെ പരിഹാരം ലഭിക്കും. അവരേത് രൂപത്തിലാണെങ്കിലും അവരുടെ യഥാർത്ഥ രൂപം പുറത്തു വരും. എടുത്തു ചാടാതെ മോനെ, സൂക്ഷിക്കണം. സ്വന്തം മനസ്സിലുള്ളതിനെ സ്വന്തമായിട്ട് തന്നെ തേടി നടക്കുന്നു പ്രപഞ്ചനാഥ.
പ്രണാമം ഗുരുദേവ. യശസ്വിയേ നമഃ. ഗുരുദേവ, എനിക്ക് അങ്ങയിൽ നിന്നും ഒരു സഹായം ആവശ്യമാണ്. പറയൂ. എന്നെ രക്ഷിച്ചാലും ഗുരുദേവ, എനിക്ക് എന്തെങ്കിലും വിശേഷമായ ഒരു രക്ഷാ കവചം വേണം. എന്തിന്? തക്ഷകൻ എന്നൊരു മഹാമാന്ത്രികൻ വന്നിട്ടുണ്ട്. അവൻ മറ്റാരുമല്ല, എന്നെ 14 വർഷത്തോളം ദിഗ്ബന്ധനത്തിൽ ഇട്ടിരുന്ന ത്രയംബകന്റെ അനിയനാണ്. അങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു. പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമെന്ന് അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പോ തക്ഷകൻ വന്നിരിക്കുന്നു. അവൻ കാരണം നാഗമാണിക്യത്തിനും എനിക്കും എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള ഭയം വന്നിരിക്കുന്നു ഗുരുദേവ. എന്നെ ആ ദുഷ്ടന്മാരിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വരം തന്നാലും, ആത്മരക്ഷയ്ക്കായി ഒരു രക്ഷ തന്നാലും ഗുരുദേവ. സകല രക്ഷകളുടെയും റാണിയാണ് നാഗമാണിക്യം. അത് നിന്നിലുണ്ട്. നിന്നിലുള്ള കാരണം കൊണ്ട് നിനക്ക് യാതൊരു വിധത്തിലുള്ള രക്ഷയും ഉണ്ടാവില്ല. ശിക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നിന്നിൽ നിന്ന് നേടുന്നവർക്ക് മാത്രമേ ശക്തി ലഭിക്കുകയുമുള്ളൂ. നീ നിന്നെ രക്ഷിക്കുന്നതിന്റെ കൂടെ തന്നെ നാഗമാണിക്യവും രക്ഷിക്കേണ്ടതാണ്. അത് നിന്റെ കർത്തവ്യമാണ്. മറ്റൊരു വഴിയുമില്ല. അപായം എതിർക്കുവാൻ യാതൊരു ഉപായവുമില്ല. ഇവിടെ നീ തന്നെയാണ് അസ്ത്രം, നീ തന്നെ ശസ്ത്രം, നീ തന്നെയാണ് ദണ്ഡനായകി. ഇപ്പോൾ നിന്റെ ചുറ്റിലും മൃത്യുവിന്റെ നിഴലുണ്ട്. സൂക്ഷിച്ചുകൊള്ളുക. എവിടെ പോയതായിരുന്നു നീ? ആശുപത്രി പോയിട്ട് വന്നപ്പോ മുതൽ നീ മറ്റൊരു രീതിയിലാ പെരുമാറുന്നത്. എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്, എന്തൊക്കെയോ കണ്ട് ഭയക്കുന്നു. എന്തു പറ്റി നിനക്ക്? എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോന്നോ? ഒന്നുമില്ല ശിവാനി. നീ ഒന്നുമില്ലെന്ന് പറയുന്നെങ്കിലും നീ ഈ കാണിക്കുന്ന ടെൻഷൻ കാണുമ്പോ അറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. പറയൂ തൃശൂൽ, നിന്റെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിൽ എന്നോട് പറയൂ. അതിനൊരു പരിഹാരം കണ്ടെത്താം. പ്രശ്നം നീ തന്നെയാവുമ്പോ എങ്ങനെ പരിഹാരം കിട്ടാനാ ശിവാനി? അതുകൊണ്ടാ പരിഹാരവുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നാളെ സൂര്യോദയം ആവുമ്പോഴേക്കും ലോകത്തിൽ മുഴുവൻ വെളിച്ചം പ്രകാശിക്കുന്നതിനോടൊപ്പം നീ ആരാണെന്നുള്ള സത്യം ഞാനും മനസ്സിലാക്കും. തൃശൂൽ, എന്താ നീ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. സാധാരണ ആശുപത്രി പോയി വയറ്റിലുള്ള കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാ അച്ഛനായതിന്റെ സന്തോഷത്തിൽ കുഞ്ഞിന് ഉമ്മ കൊടുക്കും. എന്നാ നീയോ കുഞ്ഞിനോട് ഒരു സ്നേഹവും കാണിക്കുന്നില്ല. നിന്റെ വയറ്റില് പാമ്പിന്റെ കുഞ്ഞാണുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും എനിക്ക് അറിയേണ്ട കാര്യം നീയും പാമ്പാണോ എന്നത് മാത്രമാണ്. അത് നാളത്തോടെ ഞാൻ അറിഞ്ഞിരിക്കും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ നീ. അല്ല, നീ എവിടെയാ പോയത്? ഞാൻ സ്വാമിജിനെ കാണാൻ വേണ്ടി പോയതാ. ഏത് സ്വാമിജി? അവരൊരു ഡോക്ടർ സ്വാമിനാഥൻ. അദ്ദേഹത്തോട് നീ ഇപ്പോ ഗർഭിണിയാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടി പോയതാ. നിന്നെ ഇനി മുതൽ എങ്ങനെയൊക്കെ നോക്കണമെന്നുള്ള എന്റെ ടിപ്സ് എനിക്ക് തന്നായിരുന്നു അദ്ദേഹം. അത്രേ ഉള്ളൂ. എങ്ങനെയൊക്കെ നോക്കണെന്നാ? അത് രാവിലെ എഴുന്നേറ്റല്ല ഉടനെ വാക്കിങ്ങിനെ വിളിച്ചോണ്ട് പോണെന്ന്. അങ്ങനെ ചെയ്ത എന്താ ഗുണം? അത് തന്നെ ശിവാനി. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ സൂര്യകിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ വീണിട്ട് നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും അത്രേ. അതിനുവേണ്ടി നമുക്ക് പോവാലോ. അതുപോലെ നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ സൂര്യകിരണങ്ങൾ നമ്മുടെ കുഞ്ഞിന്റെ ദേഹത്തിൽ വീണിട്ട് അവൻ സൂര്യനെ പോലെ തന്നെ ജ്വലിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ? പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. സൂര്യന്റെ കിരണം നിന്റെയും പിന്നെ നമ്മുടെ കുഞ്ഞിന്റെ മേലെ വീഴുമ്പോ ആരോഗ്യം വളരെ നന്നായിരിക്കുമല്ലോ. ഡോക്ടർ പറഞ്ഞതാണ് ഇതൊക്കെ. പോവാ ശിവാനി. ശരി, വരാം. ഇപ്പൊ പോകാം. അതിനെത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? ശരി. ശിവാനി, പിന്നെ നാളെ സൂര്യോദയത്തിന് മുമ്പേ തന്നെ പോണം കേട്ടോ. ശരി ഭർത്താവേ, ഇപ്പൊ വരുന്നുണ്ടോ? നാളെ ഞാനിത് പരീക്ഷിച്ചേ മതിയാവൂ. ഇതുവഴി അറിയാം നീ ആരാണെന്നുള്ള സത്യം. എന്റെ അച്ഛന്റെയും ത്രിവിക്രമന്റെയും മരണം, അതിന്റെ പുറകിലുള്ള രഹസ്യമെല്ലാം എനിക്കറിയണം.
ഇത്രയും നാള് എനിക്കുള്ള സംശയങ്ങള്, ചോദ്യങ്ങള് എല്ലാത്തിന്റെയും ഉത്തരം നാളെ തന്നെ കിട്ടണം. അല്ലാടിച്ചല്ലോ. ഇത് തന്നെയാണ് കറക്റ്റ് സമയം. നിന്റെ മേൽ പരീക്ഷിച്ചേ മതിയാവൂ. ശിവാനി, ശിവാനി. ഏയ്, എന്തു പറ്റി? ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാക്കിങ്ങിന് പോണെന്ന് പറഞ്ഞിരുന്നില്ലേ? സമയമായി. തൃശൂൽ ഇന്ന് തന്നെ പോണോ? നാളെ തുടങ്ങി പോയ പോരെ? ഏയ്, ഇല്ലില്ല, നാളെ ഒന്നും പറ്റില്ല. ഇന്ന് തന്നെ പോണം നമുക്ക്. നാളെ നീളെന്നുള്ള പഴഞ്ചൊല്ല് പോലും കേട്ടിട്ടില്ല നീ. നാളെ വരെ ഇനി കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. എന്നെ കൊണ്ട് വയ്യ ശിവാനി. നീ എന്തിനു വേണ്ടി കാത്തിരിക്കും? അത് തന്നെ ശിവാനി, നിന്നെ വാക്കിങ്ങിനെ വിളിച്ചോണ്ട് പോകാനായിട്ട്. കുഞ്ഞിന്റെ ആരോഗ്യമല്ല നമുക്ക് വലുത്. തൃശൂൽ അത് വാശി കാണിക്കാൻ പാടില്ല ശിവാനി. വാക്കിങ്ങിനെ വിളിച്ചോണ്ട് പോകുന്നോണ്ട് സൂര്യരശ്മി വീഴുന്നോണ്ട് വിറ്റാമിൻ ഡി കിട്ടുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലേ. വാ ശിവാനി പ്ലീസ്. തൃശൂൽ. ശിവാനി, നീ എനിക്ക് വേണ്ടി വരില്ലേ? വാ, പോകാം. വാ, ഇപ്പൊ തന്നെ വായോ. സാറിന്റെ ലീഡർ തന്നെ മതി. ഓ, റെഡി ആണല്ലോ. എന്നാ റെഡി ആയിട്ട് വേഗം വാ. ഞാൻ പുറത്തുണ്ടാവും. ഗുരുജി, ദിഗ്വിജയുടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? കാര്യങ്ങൾ ഇനിയും തെളിയേണ്ടിയിരിക്കുന്നു. ജലത്തിൽ പ്രതിബിംബം തിരയുന്ന സമയത്ത് മറ്റേതോ പ്രതിബിംബമാണ് കാണാൻ സാധിക്കുന്നത്. നന്ദീശ, ശിവാനി പറഞ്ഞ ആ ദിഗ്വിജയന്റെ സ്നേഹിതന്റെ പേര് ഇവർക്കാർക്കെങ്കിലും അറിയുമോ? ഏത് കൂട്ടുകാരനാടാ? അതെനിക്കും അറിയില്ല. ശിവാനി മുതലാളി ഫോണിൽ വിളിച്ചിരുന്നത്രേ. മുതലാളി ഋഷികേശിലുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ്, ഏതൊരു ബദരി പ്രസാദ്. പക്ഷെ ആ പേരിലുള്ള ഒരാളെയും ഞാനിതുവരെ പരിചയപ്പെട്ടിട്ടില്ല. ആ പേരിലൊരു കൂട്ടുകാരനുണ്ടെന്ന് മുതലാളി എന്നോട് പറഞ്ഞിട്ടുമില്ല ഇതുവരെ. ഇനിയിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും... ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. നമ്മളെ കൂടാതെ വേറെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്ന് നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോടാ? ഇല്ലില്ല. ദിഗ്വിജയന് ആ പേരിൽ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു പേര് ഇതുവരെയായിട്ടും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദിഗ്വിജയ് പുതിയ കൂട്ടുകാരന്റെ കൂടെ നാഗമാണിക്യം കൊണ്ട് ഓടിപ്പോയി കാണുമോ? നാഗമാണിക്യം കൊണ്ട് ഋഷികേശിൽ എന്തെങ്കിലും പൂജ നടത്താനുള്ള പദ്ധതി ഉണ്ടായിരിക്കുമോ? ബുദ്ധിയുള്ളവന്റെ സംശയമാ. നാഗമാണിക്യം ഈ പ്രവിശ്യയിൽ നിന്ന് പുറത്തു പോയെങ്കിൽ ദിഗ്വിജയന്റെ വീട്ടിൽ നാഗങ്ങളുടെ തേരോട്ടം ഉണ്ടാകുകയില്ല. എന്നുവെച്ചാ ദിഗ്വിജയുടെ വീടിനകത്ത് സർപ്പസാന്നിധ്യമുണ്ടെന്നോ? അവിടെ സർപ്പങ്ങളെ കണ്ടു ഞാൻ. ഇച്ഛാധാരി നാഗങ്ങളുടെ നടമാട്ടമാണവിടെ. നാഗമാണിക്യം ഈ പ്രവിശ്യ വിട്ടു പോയെങ്കിൽ നാഗങ്ങൾ അവിടെ വീണ്ടും തുടരുന്നത് അസാധ്യമായ കാര്യമാണ്. ബാബ മരിച്ച സ്ഥലത്ത് വെച്ചും എനിക്ക് അനുഭവപ്പെട്ടത് അതേ നാഗസാന്നിധ്യം. സ്വർണവർണ്ണത്തിലുള്ള സ്ത്രീനാഗം, ചെങ്കല്ലിന്റെ ചുവപ്പ് നിറമുള്ള പുരുഷനാഗം. അയ്യോ ഗുരുക്കളെ, അതിനർത്ഥം വീട്ടിലുള്ള ആരോ ഒരാൾ ഇച്ഛാധാരി നാഗമാണെന്നാണോ? ആണെന്നുറപ്പിക്കാനുമാകില്ല, അല്ലെന്ന് തറപ്പിക്കാനുമാകില്ല. കണ്ടുപിടിച്ചേ പറ്റൂ. എങ്ങനാ സ്വാമിജി? അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പൂജ ചെയ്യേണ്ടതുണ്ട്. സർപ്പസങ്കല്പ പൂജ ചെയ്യേണ്ടതുണ്ട്. അത് സർപ്പങ്ങളിലേക്കുള്ള വഴികാട്ടി തരുന്നതാണ്. പൂജയ്ക്കാവശ്യമായ സാധനങ്ങൾ തയ്യാറാണല്ലോ അല്ലേ? തയ്യാറാണ് സ്വാമിജി. തൃശൂൽ, എന്തു പറ്റി? എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ? വാ.
ഇതെന്താ എന്റെ ശരീരത്തിന്റെ നിറം മാറുന്നുണ്ടല്ലോ? ഇതെന്തുകൊണ്ടാ? ശിവാനി, ഇന്ന് നിന്നെ പറ്റിയുള്ള രഹസ്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കും. ഓം ജ്വാലമാലിന്യേ നമഃ. ഓം രക്തേശ്വരിയേ നമഃ. രക്തം സമർപ്പയാമി. ഓം ജ്വാലാമുഖി രൂപിയേ നമഃ. രക്തം സമർപ്പയാമി. രുദ്രമാലിന്യേ നമഃ. രക്തം സമർപ്പയാമി. സർപ്പകുല ശത്രുവേ നമഃ. ഗരുഡകുല മിത്രമേ നമഃ. രക്തം സമർപ്പയാമി. രക്തകാളീശ്വരിയേ നമഃ. രക്തം സമർപ്പയാമി. രക്തകാളി രക്തവാഹിനി ഭട്ട് സ്വാഹ. തൃശൂലിന് മനസ്സിലായി കാണോ ഞാൻ നാഗറാണിയാണെന്ന്? തൃശൂല് കണ്ടു കാണോ? അപ്പോ ഞാൻ വിചാരിച്ചത് തൃശൂലിന് അവൻ ആദിശേഷനാണെന്ന് മനസ്സിലാവുന്നതിന് മുൻപേ ഞാനൊരു ഇച്ഛാധാരി നാഗമാണെന്നറിഞ്ഞ അത് വലിയ പ്രശ്നമായി മാറും. അയ്യോ ദൈവമേ, ഇപ്പോഴതുണ്ടാവോ? പരമേശ്വരോ, എന്തുപറ്റി ശിവാനി, നീ ഇവിടെ നിന്ന് കളഞ്ഞേ? അല്ല, ഈ മന്ത്രച്ചോറിന് ഇട്ടതിന് ശേഷവും ശിവാനിക്ക് ഒരു വ്യത്യാസം ഉണ്ടാവുന്നില്ലല്ലോ. അവൾ ആദ്യം ഉള്ളത് പോലെ തന്നെയുണ്ടല്ലോ. അപ്പോ എന്റെ സംശയമൊക്കെ വെറുതെ ആയിരുന്നു. ശിവാനി, എന്തു പറ്റി നിനക്ക്? ഇവൻ ആദിശേഷനായതുകൊണ്ടാണോ മനസ്സിലാവാത്തത്? അതോ എന്റെ വയറ്റിലുള്ള നാഗമാണിക്യം എന്നെ രക്ഷിക്കുകയാണോ? ശിവാനി, ഞാൻ നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശൂർ, വാ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് എന്തിന്? അതെല്ലാം ചോദിക്കല്ലേ, നമുക്കിപ്പോ വീട്ടിൽ പോവാം. വാ വാ തൃശൂർ. ആ, വരുവാ. ആരെങ്കിലും എന്റെ മേൽ ശക്തിപ്രയോഗം നടത്തിയതാണോ? എന്തുകൊണ്ടായിരിക്കും? ശരീരമല്ല തൃശൂർ, എന്റെ ശരീരത്തിൽ എന്തെങ്കിലും വീഴുന്ന നീ കണ്ടോ? ഇല്ല ഇല്ല, ഒന്നും വീണിട്ടില്ല. അതെയോ? എനിക്കെന്തോ വല്ലായ്മ തോന്നുന്നു. ശരീരം എല്ലാം നീറുന്നു തൃശൂർ. ഞാൻ ചോറിന് ഉപയോഗിച്ചുകൊണ്ട് ഇവൾക്ക് ബുദ്ധിമുട്ടുണ്ടായതാണോ? വാ വീട്ടിലേക്ക് പോവാം, വേഗം വാ. ഇവളുടെ രൂപം എന്താ മാറാത്ത? അല്ല, അതിരാവിലെ കോഴി കൂവുന്നതിന് മുൻപ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവരാ. ഇതിപ്പോ സന്ധ്യ കഴിയുന്ന സമയമായിട്ടും തിരിച്ചു വരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ഗോവിന്ദ, ആരെപ്പറ്റിയാ നീ പറയുന്നേ? വേറെ ആരെപ്പറ്റി പറയാനാ? അമ്മായിയുടെ കൊച്ചുമോനെയും മരുമോളെയും കുറിച്ച് തന്നെയാ. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവരാണ്. തിരിച്ചു വന്നിട്ട് ഇവിടെ എങ്ങനെ നിന്നോ? ഉടനെ പുറത്തേക്ക് പോയില്ലേ? അവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ പ്രണയിക്കാൻ പറ്റുമോ? ഗോവിന്ദ, പ്രണയം ഉണ്ടാവേണ്ടത് കല്യാണത്തിന് മുൻപല്ലടാ, കല്യാണം കഴിഞ്ഞിട്ടാ. വെറുതെ എന്റെ മോനെ മരുമോളെ നീ കണ്ണു വെക്കല്ലേ, പറഞ്ഞേക്കാം. അയ്യോ ഇല്ലേ. അല്ല, കയ്യിലിരിക്കുന്ന മീനിനെ പോലും വേറെയിട്ട് പിടിക്കണമെന്ന് ചേച്ചിയുടെ മോനെ കണ്ട ഞാൻ പഠിച്ചതേ. ഗോവിന്ദ, നിനക്ക് നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ അറിയില്ലെന്ന് കരുതി എല്ലാരും അങ്ങനെ ആയിരിക്കുമെന്ന് നീ എന്തിനാ വിചാരിക്കുന്നത്? എന്റെ അങ്കിളും അമ്മയുടെ കൂടെ രാവിലെ വാക്കിങ്ങിന് പോവും, വൈകിട്ട് മാർക്കറ്റിലും പോയിക്കോ. ആരാ ഇപ്പൊ വേണ്ടെന്ന് പറയാ? പറയും, വേണ്ടെന്ന് പറയും. എന്റെ ഭാര്യ തന്നെ വേണ്ടെന്ന് പറയും. രുദ്രമാലിനി നമഃ. പ്രചണ്ഡ വീര്യേ നമഃ. ഭട്ട് സ്വാഹ. ജണ്ഡ സഹോദരിയേ നമഃ. ചഞ്ചല നേത്രായേ നമഃ. ഭട്ട് സ്വാഹ. ഓം ജ്വാലമാലിന്യായ വിദ്മഹേ രക്തപ്രിയായ ധീമഹി തന്നോ ശക്തി പ്രചോദയാത്. മാർഗനേത്ര ആവാഹയാമി.